അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ ഈ സ്റ്റിക്കർ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ആരും പേടിക്കണ്ട. നമ്മളെ ഗിവ് അവേയുടെ കാര്യം തന്നെയാണ് പറയാൻ പോണത്. പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് പറയാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് സ്റ്റിക്കർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒട്ടും ലാഗടിപ്പിക്കാണ്ട് നമുക്ക് കാര്യത്തേക്ക് കിടക്കാം. നമ്മൾ ഓൾറെഡി ചാനലിൽ ഗിവ് അവേ അനൗൺസ് ചെയ്യും, അതിന്റെ ഡീറ്റെയിൽസും റൂൾസും എല്ലാം പറഞ്ഞതാണ്. പിന്നെയും ഈ വീഡിയോ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേരൊന്നും റൂൾസ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് പോലും ചെയ്യാണ്ട് കമന്റ് ചെയ്യണവരുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളൊന്നും പറയാമെന്ന്. സംഭവം വേറൊന്നുമല്ല, ഈ വരുന്ന മാർച്ച് 15 നമ്മുടെ ചാനലിൽ 10K സബ്സ്ക്രൈബേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഗിവ് അവേ ചെയ്യുന്നത്. ആ ഗിവ് അവേയിൽ നമ്മളൊരു 5 പേർക്കാണ് ഗിഫ്റ്റ് പ്ലാൻ ചെയ്തേക്കുന്നത്. അതായത് യൂട്യൂബിൽ നിന്ന് ഒരു 3 പേരെ, യൂട്യൂബിലെ റെസ്പോൺസ് ഭയങ്കര അടിപൊളിയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരാളെയും കൂടി സെലക്ട് ചെയ്ത് ടോട്ടൽ 4 പേരും. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും സെയിം വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ റെസ്പോൺസ് ഭയങ്കര അടിപൊളിയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരാളെ ചേർത്ത് ടോട്ടൽ 5 പേർക്കാണ് നമ്മൾ ഗിവ് അവേ പറഞ്ഞിട്ടുള്ളത്. ഇത്രയും സെറ്റ് അല്ലേ? ഇനി നമുക്ക് റൂൾസേക്ക് കിടക്കാം. ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയണ പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൂളാണ്. കാരണം നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്ന ഗിവ് അവേ ആണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാന്നാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൂൾ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗിവ് അവേ അനൗൺസ് ചെയ്ത ആ വീഡിയോയിൽ ലൈക്ക് ചെയ്തിട്ടുണ്ടാവണം, കമന്റ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ആ ഒരു വീഡിയോ നിങ്ങളുടെ മിനിമം 3 ഫ്രണ്ട്സിനെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ലാസ്റ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തിട്ടുണ്ടാവണം. ഇത്രയും കാര്യങ്ങളായിരുന്നു ഞാൻ അന്ന് പറഞ്ഞത്. പക്ഷേ ഈ ലൈക്കും കമന്റും അല്ലാണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കുറേ പേര് ചെയ്തിട്ടില്ല. എന്തിന് സബ്സ്ക്രൈബ് പോലും ചെയ്യാണ്ട് ഗിഫ്റ്റ് തരുമോ ചോദിച്ചവര് വരെ ഉണ്ട്. ഞാൻ ആരെയും വിഷമിപ്പിക്കണതോ കുറ്റപ്പെടുത്തണതോ ഒന്നല്ല. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒരു ഗിവ് അവേ വെക്കുമ്പോൾ സബ്സ്ക്രൈബ് പോലും ചെയ്യാണ്ട് അങ്ങനെ പറയുമ്പോൾ കാരണം എനിക്ക് എന്തോ ഒരു സങ്കടം ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഇനിയിപ്പോ ഞാൻ ഈ പറഞ്ഞത് ആർക്കെങ്കിലും ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ സോറി. ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിട്ട് പറഞ്ഞല്ല. നമ്മളിപ്പോ ഈ ഒരു ഗിവ് അവേ വെച്ചേക്കണത് നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തായാലും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പോയാൽ പോകണത് ഒരു സബ്സ്ക്രൈബും ലൈക്കും കമന്റും ഷെയർ ഒക്കെ അല്ലേ. അതുകൊണ്ട് നമുക്ക് നല്ലൊരു സ്ട്രോങ്ങർ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കാമല്ലോ. അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഇനി ആ റൂൾസ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കൊരു സ്ക്രീൻഷോട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലാന്നുണ്ടെങ്കിൽ മെയിൽ വഴിയോ ഒന്ന് അയച്ചു തരിക. അതുപോലെ നമ്മൾ ഗിവ് അവേ അനൗൺസ് ചെയ്ത വീഡിയോയും ഈ വീഡിയോയും കൂട്ടിയിട്ട് ഒരുമിച്ച് ഞാനൊരു പ്ലേലിസ്റ്റ് ആഡ് ചെയ്ത് അതാവുമ്പോൾ നിങ്ങൾക്ക് ഇനി ആ ഗിവ് അവേയുടെ വീഡിയോ തപ്പിപ്പിടിച്ചു പോകണ്ടല്ലോ. പിന്നെ ഞാൻ ഈ പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമ്മ്യൂണിറ്റി ടാബിലും ആഡ് ചെയ്തുതരാം. അപ്പോൾ എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഉഷാറാക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പം ശരി.